എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ സ്ഥലങ്ങളിലും വിവിധ സമയങ്ങളിലുമായി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ അല്പസമയത്തെ ദൈവവചന ചിന്ത നിശ്ചയമായും ഓരോരുത്തരുടെ ആത്മീയ ജീവിതത്തിൽ ഉപകാരമായി തീരും എന്നെനിക്ക് വളരെ ഉറപ്പുള്ളതുകൊണ്ട് അല്പസമയം നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ സന്ദേശം ഗ്രഹിക്കണമേ എന്ന ദൈവസന്നിധിയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ അല്പസമയത്തിൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ടായിട്ട് കൊടുക്കുന്നത് വിവിധ കാലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനകളും പുതിയ നിയമ ആരാധനയും എന്നുള്ളതായ ഒരു തലക്കെട്ടാണ് ഞാൻ നൽകിയിരിക്കുന്നത്. നിശ്ചയമായും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ സന്ദേശം അനുഗ്രഹമായി തീരട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തന്നെ വിളിച്ച് വേർതിരിച്ചിട്ട് ദൈവത്തെ ആരാധിപ്പാനായിട്ടാണ് അവനെ പിന്നീട് ദൈവം വേർതിരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബൈബിളിലെ അതിശക്തരായിരിക്കുന്നവരൊക്കെ വിവിധ സമയങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാനും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ആരാധിപ്പാനായി ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കാറുണ്ട്. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവനെ പ്രസാദം വരുത്തുന്നവരുടെ ജീവിതത്തിൽ അവർക്ക് വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നൽകുന്നതും നാം ഓരോരുത്തരും പല സമയങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം പറഞ്ഞു വരുവാനിടയായി തീർന്ന തലക്കെട്ടിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരാം. അബ്രഹാമിനോട് ദൈവം പ്രത്യക്ഷപ്പെട്ട്, ആ തേജോമയന ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവത്തെ അറിയാതിരുന്ന പിതാക്കന്മാർ അന്യദൈവങ്ങളെ ആരാധിച്ചു വന്നിരുന്ന സ്ഥാനത്ത് താനും അപ്രകാരമായിരുന്നപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി ആ ദൈവത്തിൽ അബ്രഹാം വിശ്വസിക്കുവാനും ഇടയായി തീർന്നു. ദൈവം തന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറയുവാനിടയായി. നാം പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. സത്യദൈവത്തെ അറിയുവാനും വിശ്വസിക്കുവാനും ഇടയായല്ലോ, അത് മതിയല്ലോ എന്ന് നാം ചിന്തിക്കാറുണ്ട്. പിന്നീട് പറയുന്നതായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇന്ന പ്രകാരം നടക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതായ പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. സത്യദൈവത്തെ വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തെ വിശ്വസിക്കുവാൻ പിശാചും വിശ്വസിക്കുവാനിടയായി തീരുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്നതായ കാര്യങ്ങൾ അനുസരിക്കുവാനായിട്ട് പിശാചിന് കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തെ അറിയുക മാത്രമല്ല, വിശ്വസിക്കുക മാത്രമല്ല, ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനും കഴിയേണ്ടത് ആവശ്യമാണ്. അവിടെ അബ്രഹാമിനോട് പറയുന്നതായ കാര്യമാണ്, നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം. ഏത് ദേശത്തേക്ക് പോകേണ്ടതെന്ന് അവനോട് പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കനാനിലേക്കാണ് ദൈവം അവനെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുപോകാനിടയാകുന്നത്. ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ആ ദേശത്ത് ദൈവത്തെ ആരാധിപ്പാനായി ഒരു സംവിധാനം വേണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് പിന്നീട് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ടുള്ള ആരാധനയല്ല ദൈവം ആഗ്രഹിച്ചത്. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആരാധിപ്പാനാണ് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ച് ദൈവത്തെ വെളിപ്പെടുത്തുകയും ആ ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള ദൈവകൃപ അവന് കൊടുക്കുകയും ചെയ്യുവാനിടയായി തീർന്നത്. അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായ, മനസ്സിലാക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത്, വിശ്വസിക്കുക മാത്രമല്ല, ദൈവം പറഞ്ഞിരിക്കുന്നതായ തിരുവചനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. ചിലപ്പോൾ അവൻ നിന്നിരുന്ന പാരമ്പര്യപ്രകാരം അതിൽ നല്ലതായ പല കാര്യങ്ങളും കാണും. ഈ ദൈവത്തെ വിശ്വസിക്കുകയും അതിൽ പറഞ്ഞതായ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാനൊക്കെ പലപ്പോഴും നമ്മുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിലൊക്കെ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു നിലയിലല്ല നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അതിനനുസരിച്ച് ആരാധന ജീവിതവും സമൂഹ ജീവിതവും നാം ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു ഇപ്രകാരം പറയാനിടയായിത്തീർന്നു, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കുവാനിടയായിത്തീരും. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, എന്നേക്കാൾ അധികം എൻ്റെ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ ദാസനെയോ ദാസിയോ ഒക്കെ പിൻപറ്റിയാൽ അവനെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുന്നത്, എന്നേക്കാൾ അധികം അപ്പുറമായി മറ്റുള്ളതിനെ നീ പ്രിയപ്പെടരുത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ, വിശ്വസിക്കാൻ മാത്രമല്ല, പിന്നീട് ദൈവം എപ്രകാരമാണോ ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അതിനാണ് പ്രിയപ്പെടുവാനിടയാകേണ്ടത്. അതിനാണ് നമ്മൾ മുമ്പേ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീരേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞത്, മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പാനായിട്ട് ഇടയായി തീരണം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തെ വിശ്വസിക്കുക മാത്രമല്ല,
അവൻ പറഞ്ഞതുപോലെ അനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകണം. പാരമ്പര്യമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ദേശങ്ങളിൽ കുറെ നല്ല കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയും. പക്ഷെ ദൈവവചന പ്രകാരമാണോ, ദൈവം പറഞ്ഞതിനനുസരിച്ചിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവം പറഞ്ഞതുപോലെയാണോ ഞാൻ ചുറ്റുപാടുകളുമായിട്ട് ഇടപെടുന്നത് എന്ന് നാം വളരെ ശ്രദ്ധിപ്പാനിടയായിത്തീരും. അബ്രാഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ പിതൃഭവനത്തെയും വിട്ട് നീ പുറപ്പെടുക. പിതൃഭവനം ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരിയായി അവിടെ കാണാൻ കഴിയുന്നത് പിതാവിനെ ഉപേക്ഷിക്കാൻ പോകുക എന്നുള്ളതല്ല, ദൈവവചനം അനുസരിക്കുവാനായി നീ അതിന് മുന്നിൽ നിൽക്കുവാനായിട്ടിടയാകണം. കർത്താവിൽ അമ്മയപ്പന്മാരെയാണ് അനുസരിക്കുവാനിടയാകേണ്ടത്. അമ്മയപ്പന്മാർ മുഴുവൻ പറഞ്ഞതനുസരിച്ചാൽ പല ഭക്തന്മാരുടെയും ജീവിതത്തിൽ ഈ കർത്താവിനെ പിൻപറ്റുവാൻ കഴിയുകയില്ല. അവിശ്വാസികളായിരിക്കുന്ന പിതാക്കന്മാർ, മാതാപിതാക്കളുള്ളവരുടെ ജീവിതത്തിൽ യേശുവിനെ വിശ്വസിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരോട് പറയുന്നതായ കാര്യമാണ്, കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിപ്പാനായിട്ടിടയാകണം. കർത്താവിന്റെ വചനം അനുസരിക്കുവാൻ തക്കവണ്ണം അമ്മയെ കീഴ്പ്പെടുവാൻ, ബഹുമാനിപ്പാനായിട്ടിടയായിത്തീരണം. അപ്പോ ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ, പാരമ്പര്യമല്ല, മാതാപിതാക്കളെയല്ല, അമ്മേശ്വത്ര ഭാര്യ, മക്കൾ, ഇവരെയല്ല, ദൈവത്തിന്റെ വചനം അനുസരിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ കുറിച്ച്, അബ്രാഹാമിനെ കുറിച്ചുള്ള ഒരു പദ്ധതിയാണ്, കനാനിൽ ചെന്ന് അവൻ ആരാധന അർപ്പിക്കുവാനായിട്ടിടയായിത്തീരണം. അവനെ നടത്തിയത് പാലും തേനും ഒഴുകുന്ന ദേശം, കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് കനാൻ ദേശമാണ്. അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടിയാണ് ദൈവം അവനെ അവിടെ നിന്ന്, തന്റെ നാട്ടിൽ നിന്ന് പുറപ്പെടുവിക്കുവാനിടയായിത്തീർന്നത്. പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിക്കാനിടയായിത്തീർന്നത് ആരാധനയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിന് ഒരു ആരാധന ഉയരുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. അപ്രകാരം അബ്രാഹാമിനെ ദൈവം നടത്തുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനു മുൻപുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ആദാം മുതലുള്ള ആരാധന അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വ്യത്യസ്തമായ നിലകളിലുള്ള ആരാധന നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കയീൻ കൃഷിഫലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു, ഹാബേല് കടിഞ്ഞൂലുകളിൽ നിന്ന് മേധസ് കൊണ്ടുവന്ന് വഴിപാട് നൽകുന്നു. അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നത് വേണമെന്നുള്ളതല്ല, സുഗ്രാഹ്യമായ ദൈവത്തിനെ പ്രസാദം വരുത്തുന്ന ഒരു യാഗം, ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ പാപമോചനം വരുത്തുന്നതായ ഒരു പ്രവൃത്തിയുടെ ബന്ധത്തിൽ അവർ ആരാധിപ്പാനായിട്ടിടയായിത്തീരാം. അപ്രകാരം ഹാബേല്, അവനെ കുറിച്ച് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പറയുന്നത്, ഹാബേല് വിശ്വാസത്താൽ ഉത്തമമായ യാഗം അർപ്പിക്കുവാനിടയായിത്തു. പാപം സംബന്ധിച്ച് അവന് ഉത്തമ ബോധ്യം ഉണ്ടാകുവാനിടയായിത്തു. പാപത്തിന് പരിഹാരം വരുത്തിയ ദൈവിക പ്രവൃത്തിയെ അവൻ കാണുവാനായിട്ടിടയായിത്തു. അതിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ആരാധനയായിരുന്നു യഥാർത്ഥമായിരിക്കുന്ന ആരാധന എന്ന് കാണുവാനായിട്ട് കഴിയും. അതിലാണ് യഹോവ പ്രസാദിക്കുവാനിടയായിത്തീർന്നത്. പാപത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും ദൈവത്തെയുള്ള ബന്ധത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കിയ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാനായിട്ടിടയായിത്തീർന്നു. പിന്നീട് ശേത്തിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, യഹോവയുടെ നാമത്തിലുള്ള ആരാധന നടത്തുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അബ്രാഹാമിന്റെ കാലഘട്ടത്തിൽ ഒരുവനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, മെൽക്കിസദേക്ക് എന്ന് പറയുന്ന രാജാവും പുരോഹിതനുമായിരിക്കുന്ന ഒരു വ്യക്തി. ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞ ജെറുസലേമിൽ ദൈവത്തിന്റെ മഹാപുരോഹിതനായി രാജാവായിട്ട് വാഴുന്ന ഒരുവനായി മെൽക്കിസദേക്കിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ മെൽക്കിസദേക്കിന്റെ ആരാധന രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ചരിത്ര പണ്ഡിതന്മാർ പറയുന്ന ഒരു വശം എന്ന് പറയുന്നത് അപ്പവും വീഞ്ഞും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയായിരുന്നു മെൽക്കിസദേക്കിൻ്റെതെന്ന് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നത് അബ്രഹാമിനെ എതിരേൽക്കുവാൻ വരുമ്പോൾ അവൻ അപ്പവും വീഞ്ഞുമായി എതിരേൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ യെരുശലേമിൽ മെൽക്കിസദേക്കിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു ആരാധനയും അർപ്പണവും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ആരാധനകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മെൽക്കിസദേക്കിന്റെ ആരാധന, അർപ്പണം ഒരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചുകൊണ്ട് അബ്രഹാമിൻ്റേത് എന്ന് പറയുന്നത് യാഗപീഠം പണിതുകൊണ്ടുള്ള ഒരു ആരാധനയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവൻ പക്ഷികളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും യാഗമർപ്പിച്ച് ദൈവത്തെ പ്രസാദം വരുത്തുന്നതായ കാര്യങ്ങൾ നമുക്ക് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോകുക. ഏകദേശം 400-ലധികം വർഷം അവർ അടിമത്തത്തിൽ കിടക്കുന്നിരുന്ന സമയത്താണ് മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായിട്ട് ദൈവം പദ്ധതി ഒരുക്കുന്നത്. ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം വിടുവിച്ചുകൊണ്ട് മരുഭൂമിയിൽ കൊണ്ട് അവനെ ആരാധിപ്പാനായി വിട്ടയക്കാൻ എന്ന് ഫറവോനോട് കൽപ്പിച്ചതുപോലെ ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുകയും ആരാധനയ്ക്ക് ഒരുക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. വീണ്ടും ദൈവത്തിന്റെ ജനം മരുഭൂമിയിൽ 40 വർഷക്കാലം കടന്നുവെങ്കിലും പിന്നീട് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു കൽപ്പനയുണ്ട്. എന്താണ്? നീ ഒരു യാഗപീഠം പണിയുവാനായിട്ട് ഇടയായി തീരണം. അബ്രഹാം മുതലേ യാഗപീഠത്തെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിലാണ് യാഗം അർപ്പിക്കുവാനിടയായി തീരുന്നത്.
എന്നാൽ പിന്നീട് യാഗപീഠം മാത്രമല്ല മോശയോട് പറയാനിടയായി തീർന്നത്, നീ ഒരു പെട്ടകം പണിയുവാനായിട്ട് ഇടയാകണം. ദൈവത്തിന്റെ വചനം പറയുന്നത് അത് സമാഗമന കൂടാരമെന്നും നിയമ പെട്ടകമെന്നും അതിവിശുദ്ധ സ്ഥലമായിരിക്കുന്ന ഒരു കൂടാരം അവനെ കൊണ്ട് പണിയിപ്പിക്കാൻ ഇടയായി തീർന്നു. ദൈവമാരുടെ നടുവിൽ വസിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് മോശയോട് കൽപ്പിക്കുവാൻ ഇടയായി തീർന്നത് പോലെ മോശ ഒരു കൂടാരം നിർമ്മിക്കുവാൻ ഇടയായി തീർന്നു, ഒരു പെട്ടകം പണിയുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാവുന്നത് പോലെ ഒരു അൾത്താരിയും അത് യാഗപീഠത്തെ കുറിച്ച് കാണുന്നു. പിന്നീട് ഒരു സക്രാരി പോലെയുള്ള ഒരു സംവിധാനമാണ് അതിവിശുദ്ധമായ ഒരു നിയമപ്പെട്ടകം ഇരിക്കുന്ന ഇടം. അത് പഴയ നിയമത്തിലുള്ള ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ ഒരു സംവിധാനമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. ആ പെട്ടകത്തിനകത്ത്, ആ നിയമപ്പെട്ടകത്തിനകത്ത്, കൃപാസനത്തിന്റെ അകത്ത് ഉള്ളത് മണ്ണയിട്ട പൊൻപാത്രമുണ്ട്. പിന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അഹരോന് കൊടുത്ത തളിർത്ത വടി അവിടെ കാണുവാനായിട്ട് കഴിയും. മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളെ കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുവാൻ വേണ്ടി, അവരുടെ നടുവിൽ ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി ദൈവം അവരൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ആലോചനയാണത്. അപ്രകാരം അവരുടെ നടുവിൽ ദൈവം വസിച്ചു. അതിന് ചുറ്റും ഇസ്രായേൽ ജനം പാളയമടിച്ച് താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ യാഗപീഠവും ഒരു നിയമപ്പെട്ടകവും ഒരു സമാഗമന കൂടാരവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ അവർ യാഗങ്ങൾ അർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പൊ ഒരു 4 വിശേഷമായ ആരാധനകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, മെൽക്കിസദേക്കിന്റെ ആരാധന രീതി വ്യത്യാസമുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അബ്രഹാം അവയെ കടന്നു വരുമ്പോൾ അവൻ യാഗപീഠം പണിത് ആരാധിപ്പാനായിട്ട് ഇടയായി തീർന്നു. അവന്റെ മകനും കൊച്ചുമകനും ഒക്കെ അങ്ങനെ യാഗപീഠം പണിത് ആരാധിച്ചു വരുവാനിടയായി തീർന്ന കാലഘട്ടത്തിലാണ് മോശെ മുഖാന്തരം അടിമത്തത്തിൽ പോയ ഇസ്രായേലിനെ മടക്കി കൊണ്ടുവന്ന് അവർക്ക് പിന്നീട് ഒരു പുതിയ സംവിധാനം കൂടെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് നിയമപ്പെട്ടകം എന്ന് പറയുന്നത്. അതിന്റെ മുമ്പിലുള്ള യാഗപീഠത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഇനിയത്തെ കാര്യം എന്ന് പറയുന്നത്, ആരാധനയുടെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, യേശു ജീവിച്ചിരിക്കുമ്പോൾ ശമരിയക്കാരി സ്ത്രീയുടെ അടുക്കൽ വന്ന് വെള്ളം കോരുന്ന ആ സഹോദരി അടുക്കൽ വന്ന് വെള്ളം ചോദിച്ചതിന് ശേഷം ശമരിയക്കാരി സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങളോ ജെറുസലേമിൽ ആരാധിക്കുന്നു. അവിടെ ഒരു ദേവാലയമുണ്ട്, നിയമപ്പെട്ടകം ഇരിക്കുന്ന ഒരു ആലയമുണ്ട്, ദേവാലയമുണ്ട്. അപ്പൊ എവിടെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്, എവിടെയാണ് ആരാധന ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ശമരിയക്കാരി സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നതായ ചോദ്യമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു പറയുന്ന ഒരു ആരാധനയാണ് പുതിയ നിയമ സഭയുടെ ആരാധന എന്ന് പറയുന്നത്. അതുവരെയുള്ള ആരാധന രീതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ആ മലയിലല്ല, അതേ ശമരിയക്കാർ ആരാധിക്കുന്ന ആ മലയിലുമല്ല, ജെറുസലേമിൽ നിയമപ്പെട്ടകം ഇരിക്കുന്ന യഹൂദന്മാർ ആരാധിക്കുന്ന ആ ദേവാലയത്തിലുമല്ല ആരാധന. പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്, സത്യനമസ്കാരികൾ പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനിടയായി തീരണം. അപ്പോൾ ഈ ആരാധനയെ കുറിച്ച് ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ പറയുവാനിടയായി തീർന്നപ്പോൾ ശമരിയക്കാരി സ്ത്രീ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പറയുക, അത് മശിഹ വരുമ്പോൾ ഞങ്ങളെ പറഞ്ഞു തരുവാനായിട്ട് ഇടയായി തീരും. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു, ആ മശിഹ ഞാൻ തന്നെയാകുന്നു. പിതാവായ ദൈവത്തെ നമസ്കരിക്കുന്ന ആ സത്യാരാധന അത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. ആ നാഴിക വന്നിരിക്കുന്നു എന്നാണ് പറയുവാനിടയായി തീർന്നു. അന്ന് മുതൽ, ആ സമയം മുതൽ ആരാധനയ്ക്ക് വ്യത്യാസം വരുവാനിടയായി തീർന്നു. അന്ന് മുതലുള്ള ഒരു ആരാധനയാണ് സത്യനമസ്കാരികൾ പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനിടയായി തീരണം. എങ്ങനെയാണ് ആത്മാവിലുള്ള യേശുവിനെ സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം വേർതിരിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളത്തിൽ ദൈവം വസിക്കുന്നു എന്നും സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്, ദൈവമായിരിക്കുന്ന യേശു എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്നും എന്റെ പാപത്തിന്റെ ശിക്ഷ അവൻ അനുഭവിച്ചു എന്നും വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന സകല പാപങ്ങളും ക്ഷമിച്ചു തരികയും കർമ്മങ്ങൾ കൊണ്ടല്ല പരിഹാരങ്ങൾ കൊണ്ട് അതെല്ലാം വരുത്തിയ യേശു നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ സൗജന്യമായി ക്ഷമിച്ചു തരുവാനിടയാകും. ആ കുരിശിലെ രക്തമുഖാന്തരം നമുക്ക് മുമ്പിൽ നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ ദൈവഭാഗ്യ വിശുദ്ധരായി തീരും. ഇങ്ങനെയുള്ളവർ യേശുവിന്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനിടയായി തീരും. ആ മലയിലുമല്ല, ഈ ജെറുസലേം ദേവാലയത്തിലുമല്ല, ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ വസിക്കുന്നു. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ഉള്ളത്തിൽ ദൈവം വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കും, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. സത്യത്തിന്റെ ഫലം എന്ന് പറയുന്നത് നീതിയും വിശുദ്ധിയുമാണ്. അപ്പോൾ നീതിയും വിശുദ്ധിയും ഉള്ള ഒരു ജീവിതം, അതായത് റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ബുദ്ധിയുള്ള ആരാധന ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിനെ സമർപ്പിപ്പിനെന്ന്. അത് 24x7
മുഴുവൻ സമയം ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്ന ഒരു ആരാധനയാണ് സത്യത്തിലുള്ള ആരാധന. അത് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമായി ദൈവത്തിനെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ആരാധനയാണ് എപ്പോഴുമുള്ള ആരാധന. അപ്പോൾ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയ്ക്കായിട്ടാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ചുറ്റുപാടിലൊക്കെ കാണുമ്പോൾ പഴയ നിയമത്തിൽ കണ്ട ഒരു സക്രായിയുണ്ട്. അതിൽ എന്താണ് പൊൻപാത്രത്തിൽ മണ്ണയിട്ട് വെച്ചിരിക്കുന്നതായ ഒരു സംവിധാനമുണ്ട്. ഇന്നതൊക്കെ ലേബിൾ മാറി വിശ്വാസം എന്തെന്നോ ആരാധന രീതി മാറിയെന്നോ അറിയാതെ ആ അപ്പക്കഷ്ണം മണ്ണയുടെ അകത്ത് ദൈവം വസിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയെങ്കിൽ അവിടെ ബാക്കിയുള്ള കൽപാത്രങ്ങളുണ്ട്, അവിടെ ബാക്കിയുള്ള അഹരോന്റെ തളിർത്ത വടിയുണ്ട്. അതൊന്നുമില്ലാതെ ഈ മണ്ണയിട്ട പൊൻപാത്രം അത് ദൈവ സാന്നിധ്യമാണ്, ദൈവമാണ് എന്ന് പറയുന്ന ആരാധന രീതികൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടൊന്നും ലഭിക്കാത്ത ഒത്തിരി ആളുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു യാഗപീഠവും അതിന്റെ മുമ്പിലുള്ള സക്രാരിയും ഒക്കെ മോശയുടെ കാലത്ത് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ സംവിധാനം മാറി. ഇപ്പോൾ ഉള്ള സംവിധാനമോ പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനായിട്ട് ഇടയായിത്തീരണം. ഞാൻ ഒന്നും കൂടെ തെളിച്ചു പറയാം. ദൈവസാന്നിധ്യം ഇറങ്ങുന്ന സക്രാരിയുണ്ട്, നിയമപ്പെട്ടകം ഇരിക്കുന്ന കൃപാസനമുണ്ട്. ആ സംവിധാനത്തിന് മാറ്റം വന്നു. ആ നിയമപ്പെട്ടതിനകത്ത് വരുന്ന ദൈവസാന്നിധ്യമുണ്ട്. അത് യേശുവിന്റെ കാലത്ത് 72 ആ ദേവാലയം തകർക്കപ്പെട്ടു. അതിനകത്തുള്ള ദൈവസാന്നിധ്യം മന്നയിലുള്ള ദൈവസാന്നിധ്യമല്ല. ദൈവസാന്നിധ്യം ഇന്ന് ദൈവം ഓരോരുത്തരുടെ ഉള്ളത്തിൽ വസിക്കുകയാണ്. വസ്തുക്കളിൽ വസിക്കുന്ന ദൈവസാന്നിധ്യമല്ല, അപ്പങ്ങളിൽ അതായത് മന്നയിൽ വരുന്ന ഒരു ദൈവസാന്നിധ്യമല്ല അവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അഹരോന്റെ തളിർത്ത വടിയിലുള്ള ഒരു ദൈവസാന്നിധ്യമല്ല അവിടെ പറയുന്നത്. കൽപ്പനകളിലുള്ള ദൈവസാന്നിധ്യമല്ല അവിടെ പറയുന്നത്. യാഗപീഠമായിരിക്കുന്ന അൾത്താരിയും നിയമപ്പെട്ടകമായിരിക്കുന്ന സക്രാരിയും ഇന്ന് മാറ്റപ്പെട്ടു. ജെറുസലേം ദേവാലയം ആ മലയിലും ഈ ദേവാലയത്തിൽ ജെറുസലേം ദേവാലയത്തിലുമല്ല ദൈവത്തെ ആരാധിപ്പാനിടയായി തീരേണ്ടത്, ആത്മാവിലും സത്യത്തിലും അത്രേ ആരാധിപ്പാനിടയായി തീരേണ്ടത്. വിവിധ കാലഘട്ടങ്ങളിലെ ആരാധന വ്യത്യാസമുണ്ട്. ഇന്ന് ഇങ്ങനെയുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പഴയ നിയമ ബന്ധത്തിലൊക്കെ ചിന്തിച്ചാലേ ഏത് കാലഘട്ടം മുഖാന്തരമാണ് പാട്ടുകളൊക്കെ പാടി ആരാധന തുടങ്ങിയത്. മിക്കവാറും എൻ്റെ ഒരു ചെറിയ ഒരു അറിവിൽ മോശയുടെ കാലഘട്ടം മുതൽ പാട്ടുപാടി ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഇടയായത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയുടെ പെങ്ങൾ മിരിയാം തപ്പെടുത്ത് ദൈവത്തെ ആരാധിപ്പാനൊക്കെ ഇടയായി തോന്നും. അതിനു മുൻപ് അങ്ങനെയുള്ള ഒരു സംവിധാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിൽ എന്നെ അറിയിപ്പാനായിട്ട് ഇടയായിത്തീരും. ഇപ്പൊ മോശ മുഖാന്തരം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നും നമുക്ക് പാട്ടുകൾ പാടി കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 16-ലാണെന്ന് തോന്നുന്നു അവിടെ പറയുന്നത്, നന്ദിയുള്ള ഹൃദയത്തോടെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ഹൃദയങ്ങളിൽ കർത്താവിനെ പാടി. അങ്ങനെ ഒരു ആരാധന കൂടെ ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കുകയും ഒരുമിച്ച് പാടി ആരാധിക്കുകയും അതുപോലെ തന്നെ ദൈവസഭ, നമ്മ ഓരോരുത്തരും ദൈവസഭയാകുന്ന കെട്ടിടത്തിന്റെ ഓരോ കല്ലുകളാകുന്നു. ഇന്ന് ആരൊക്കെയാണ് യേശുവിനെ സ്വീകരിച്ച് കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത്, അതൊക്കെയും ദൈവസഭയുടെ ഓരോ ജീവനുള്ള കല്ലുകളാകുന്നു. അങ്ങനെയുള്ള കെട്ടിടമാകുന്ന ദൈവസഭയുടെ അകത്ത് നിന്ന് ആത്മാവിലുള്ള ഒരു ആരാധനയാണ് ഇന്ന് ദൈവത്തിന് സുഗ്രാഹ്യമായി തീരുവാനിടയാകുന്നത്. പാരമ്പര്യമായിരിക്കുന്ന ഒരു ആരാധനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ നിയമബന്ധത്തിലുള്ള ഒരു ആരാധനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവ സാന്നിധ്യം വസ്തുക്കളിലുള്ള ഒരു ആരാധനയല്ല ദൈവം ആഗ്രഹിക്കുവാനിടയാകുന്നത്. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനിടയായി തീരണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിലും സത്യത്തിലുള്ള ആരാധകരായി തീരുവാൻ നമ്മുടെ ഉള്ളത്തിൽ ദൈവം വസിക്കുവാനായിട്ട് ഇടയായി തീരണം. അതിനെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാനിടയാകും. യേശുവെ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവായി വസിക്കും. ദൈവത്തിന് വസിക്കുവാൻ ദൈവം ശുദ്ധീകരിച്ച് വിശുദ്ധരായി തീരുവാനായിട്ട് ഇടയാകും. നമ്മുടെ പാപങ്ങളെ മുഴുവൻ കർത്താവിനോട് ഏറ്റുപറയുവാനിടയായി തീരട്ടെ. പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം തരുവാനായിട്ട് ഇടയാകും. അങ്ങനെ ദൈവം ഭാഗ്യ വിശുദ്ധരായവർ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാനിടയായി തീരും. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ അബ്രഹാം ജീവിതത്തെ സമർപ്പിച്ചതുപോലെ നമുക്ക് കാണിപ്പാനിരിക്കുന്ന ദേശമുണ്ട്, സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് നമുക്ക് പുറപ്പെടുവാനിടയാകണം. എൻ്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനം ഏൽക്കുവാനായിട്ട് ഇടയായി തീരണം. ചെറുതും വലുതുമായിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളെ അനുസരിപ്പാൻ നമുക്ക് കഴിയും. അപ്പനെയോ അമ്മയോ മക്കളെയോ നിരങ്ങളെയോ ദാസനെയോ ദാസിയെയോ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് മുൻപോട്ട് പോകാൻ സമർപ്പിക്കുന്നവർക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനകളും അനുസരിപ്പാനായിട്ട് കഴിയും. അതിൻ്റെ കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുവാനായിട്ട് ഇടയാകും. ഞാൻ എൻ്റെ വാക്കുകൾ
നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുക. ദൈവം ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്ന ആരാധനയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനിടയായിട്ടുണ്ട്. വിവിധ കാലഘട്ടങ്ങളിൽ ഉള്ള ശക്തരായ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ആരാധനകൾ നാം ചിന്തിപ്പാനൊക്കെ ഇടയായിട്ടുണ്ട്. യഥാർത്ഥ ആരാധകരായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവിധമായിരിക്കുന്ന നന്മകളെയും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രത്യേകം നിങ്ങളെ അനുഗ്രഹിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.